രഘുവേട്ടാ, കാറ് തിരിച്ചു വാങ്ങിയോ അതോ വേറെ വണ്ടി വാങ്ങിയോ? അല്ല, ഇത് ദാസങ്ങളുടെ വണ്ടിയാ. ലക്ഷ്മോളെ ആദ്യമായിട്ട് നഴ്സറി ചേർക്കാൻ പോകുമ്പോ വണ്ടി എടുത്തോണ്ട് പൊക്കോളാം ദാസങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇന്ന് തിരിച്ചെത്തും. പിന്നെ ചീരി ഒന്ന് പുലർച്ചെ സിംഗപ്പൂരിലേക്ക് പോയി കാണും അല്ലേ? അതെ, എയർപോർട്ടിലെത്തിയെന്നും പറഞ്ഞ് അവളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്നാ ചിലരുടെ ജീവിതം മാറി മറയുന്നേ. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ചീരി ഇങ്ങനൊരു യാത്ര പോകുന്ന? ഒരു കണക്കിന് നന്നായാനു. ചീരു മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചില്ലെങ്കിൽ അവരുടെ ഭാവി അവതാളത്തിലാവും. ഇനിയിപ്പോ വിനയം രക്ഷപ്പെട്ടാൽ തന്നെ 3 മക്കളെ വളർത്തണ്ടേ? അതിന് 2 ആളും ജോലി ചെയ്താലേ പറ്റൂ. എന്നാലും പറക്കൊറ്റാത്ത 3 മക്കളെ ഇട്ടെറിഞ്ഞു പോകാൻ കാണിച്ച ചിരന്റെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. എനിക്കാണെങ്കിൽ പറ്റില്ല. നമ്മൾ അനുഭവിച്ചതിനേക്കാളൊക്കെ ഇരട്ടി അനുഭവിച്ചോളാ ചേച്ചി ചീരു. എന്നിട്ടും അവള് വിനയന്റെ അടുത്തേക്ക് തിരിച്ചു പോയില്ലേ? ഇനി രക്ഷയില്ലെന്ന് തോന്നിയിട്ട് തന്നെയാവും അവൾ ഇങ്ങനൊരു ഉറച്ച തീരുമാനത്തിലെത്തിയത്. ആ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു. വലിയൊരു സർക്കസ് തന്നെ കഴിഞ്ഞു വന്നിരിക്കുകയാണല്ലേ രണ്ടുപേരും. എന്തായാലും അത് മറ്റൊരു കൈവിട്ട കളിയായിപ്പോയി. അത് അനു പറ്റിപ്പോയി. ഇത് അവസാനത്തതാ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ വണ്ടി കയറ്, ബാക്കി വഴിയെ പറയാം. വാ. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? സത്യ, അമ്മ ഈ ചെയ്തത് കടുത്ത വിശ്വാസവഞ്ചനയാ, ഒരു മോഷണമാ. അതെ, ആ മനുഷ്യൻ വന്നവരുടെ മുൻപില് സത്യം തുറന്നു പറയാതിരുന്നതുകൊണ്ട് തൽക്കാലം എല്ലാവരും മാനം കെടാതെ രക്ഷപ്പെട്ടു. അദ്ദേഹം അമ്മയ്ക്കെതിരെ ഒന്നും പറയാത്തത് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. അമ്മയുടെ കയ്യിൽ പൈസ വന്ന വഴി ഇപ്പൊ ക്ലിയർ ആയില്ല ഇന്ദ്രേട്ടന്. ലോട്ടറിയിൽ നിന്നും കിട്ടിയ 50,000 നിങ്ങൾക്ക് തിരിച്ചു തന്നു. ബാക്കി കാശിന് സോനയുടെ കുഞ്ഞിനൊരു മാലയും വാങ്ങിച്ചു കൊടുത്തു അല്ലേ? അതെ, ചെക്ക് മാറാത്തത് കൊണ്ട് അമ്മ 50,000 ആർക്കാ കൊടുക്കാനുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിലും വലിയ അപകടം എല്ലാം അറിഞ്ഞുകൊണ്ട് സോന അതിൻ്റെ പങ്ക് പറ്റിയതാ. അമ്മയുടെ തെറ്റിന് അവളും കൂട്ടു നിന്നു എന്നല്ലേ അതിനർത്ഥം? അതെ, അവളുടെ മാറ്റം എന്തുകൊണ്ടും അപകടം തന്നെയാട്ടാ. അത് ചോദിക്കാൻ ചെന്ന ശ്യാമിനോട് അവൾ ഉടക്കി. നമ്മുടെ അമ്മ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തില്ലേ? ഇനി മേലെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് ഞാൻ അറിഞ്ഞാ ഇതുപോലെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ. ശ്യാമണ്ണൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂന്ന്? നിന്റെ മുഖം അടിച്ചാൻ പറ്റും. നീ എന്റെ മുമ്പിൽ വെച്ച് എന്റെ മോളുടെ നേരെ കയ്യോങ്ങുന്നോ? ഇറങ്ങി പോടാ ഇവിടുന്ന്. സത്യം, നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? നിനക്ക് അവരെ തടയാൻ പറഞ്ഞല്ലോ. ഞാൻ ആ സമയത്ത് മുറ്റത്ത് നിൽക്കുമായിരുന്നു. സോനയെ താക്കീത് ചെയ്യാൻ പോയ ശ്യാമിനെതിരെ അമ്മ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏട്ടാ, ശ്യാമു വലിയ വിഷമത്തോടെയാ പറഞ്ഞത്. അവൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരും തോന്നുന്നില്ല. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാതെ അവൻ എങ്ങോട്ട് പോവാനാ? എടാ, ശ്യാമിന് പോകാനൊരിടം വേണ്ടേ? ഏട്ടാ, എന്ന് വെച്ച് അമ്മായിയമ്മ പരസ്യമായിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ അഭിമാനമുള്ളൊരു ചെറുപ്പക്കാരൻ പിന്നെ ആ വീട്ടിലേക്ക് കയറുവേട്ടാ. നമ്മളാണെങ്കിൽ കയറോ?
ഇല്ല. അമ്മയുടെ സ്വഭാവം നമുക്കേ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ മരുമക്കള്. അനുവും ശ്യാമും ഇതുവരെ പിടിച്ചു നിന്ന് തന്നെ വലിയ അത്ഭുത. എടാ സത്യ, ശ്യാമിനെ നീ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം സത്യ. ഇല്ലെങ്കിൽ സോനയ്ക്ക് ലൈഫ് ഇല്ലാതാവുന്ന കൂടി നമ്മൾ കാണേണ്ടി വരും.